വേണ്ടത് സെലക്ട് ചെയ്യാം. ആർക്ക് എന്നാ ഇത് വ്ളോഗ് ഫുള്ള് ഇവള് സംസാരിച്ച് തീർക്കുന്നു. അപ്പോൾ ഓക്കെ, ഞാൻ നമ്മുടെ ഉംറയ്ക്ക് പോയിട്ട് വന്ന കുറച്ച് ഗിഫ്റ്റുകൾ കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയിട്ടുണ്ട്. കുറച്ച്. അപ്പോൾ അത് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യുക. അപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അതങ്ങനെ വ്ളോഗ് ആക്കുന്നുണ്ട്. ഓരോന്നായിട്ട് കൊണ്ടുവരാം. പറഞ്ഞിട്ടാണോ ഈ വീഡിയോ ഇടുന്നത് എന്നൊന്നും അറിയില്ല, എപ്പോഴും എന്നും അറിയില്ല. ഇതിൽ എല്ലാത്തിലും സാധനം ഉണ്ടോ? ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വല്ലേ പെട്ടികളൊക്കെ കണ്ടപ്പോൾ ഇച്ചു ബേബി അമ്മി ഐ ലവ് യു ആണ്, അല്ലെങ്കിലും ഐ ലവ് യു ഉണ്ട് അല്ലേ. സോ കുറച്ച് വെയിറ്റ് ഉള്ള കുട്ടികളുടെ ഫസ്റ്റ് ബോക്സ് ഒഴിവാക്കി വിടാം അല്ലേ. കുട്ടികളുടെ നല്ല വെയിറ്റ് ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഒന്ന് സംസാരിക്കട്ടെ. സത്യം പറഞ്ഞാൽ സാധനങ്ങൾ ഇവിടെ അങ്ങോട്ട് നോക്കണ്ട. സാധനങ്ങളൊക്കെ വാങ്ങി കൂടിയപ്പോൾ ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും നല്ലോണം മഞ്ഞ വരച്ചു. അവിടെ നിന്ന് ഒന്നും കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയായി. ഫുള്ള് സാധനമായി. ഞങ്ങൾ പ്രതീക്ഷിച്ച ചെറിയ ബേബീൻ്റെ വെയിറ്റും കൂടെ എക്സ്ട്രാ കിട്ടുമെന്നായിരുന്നു. നോക്കിയ സമയത്ത് അവരവിടെ പറ്റിച്ചു. കുട്ടീൻ്റെ വെയിറ്റ് തീരെ എടുക്കൂല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ കയ്യിൽ ഒരു 150 കിലോ ഉണ്ട്. ആകെ കൊണ്ടുപോകാൻ പറ്റുന്ന എത്രയാണ്? 90 കിലോ പറ്റുള്ളൂ എന്ന്. ഇതേ മേടിച്ച് നിൽക്കണം. ഭയങ്കര ബുദ്ധിമുട്ടിച്ചവർ. ഇൻഡിഗോക്കാർ പ്രത്യേകിച്ച് പറയുന്നു. വെള്ളം ഇറക്കണ ഇവിടെ ഒരാൾ റാനിക്കുട്ടി ഇത് അങ്ങോട്ട് നീക്ക്, എന്നാലും അത് അങ്ങോട്ട് ഇടാൻ പറ്റുള്ളൂ. പൊട്ടരുത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആരെ വിളിക്കാം? സൗണ്ടൊന്നും പറഞ്ഞില്ല. അവിടെ ഇരിക്ക്. അപ്പം ഫസ്റ്റ് നമ്മൾ കളറിൻ്റെ ഒരു ബോക്സാണ് വാങ്ങിയിട്ടുള്ളത്. ഇത് വലിയ കുട്ടികൾക്ക്. ഓക്കെ, ഇത് ആർക്കായിരിക്കും ഞാൻ വാങ്ങിയിട്ടുണ്ടാവുക? ചുറ്റുക്ക് നാണം വരുന്നു. പിന്നെ ഒന്നുള്ളൂ എന്ത് ചെയ്യും? ഒന്നുള്ളൂ എന്ത് ചെയ്യും? ദയ പറയും. ഒന്നുള്ളൂ എന്ത് ചെയ്യും? എന്തിനാ ഷാഫ പൊളിച്ച്? എടുത്ത് പുറത്ത് വെക്കാല്ലേ? അങ്ങനെയല്ല. മാറി ഈ പെട്ടി അങ്ങനെ ചെയ്യണം. എല്ലാം ഒന്നിച്ച് തുറന്നു വെക്കണം. കാരണം എനിക്ക് ഇവർക്ക് ഒപ്പം കൊടുത്തില്ലെങ്കിൽ ഒരാൾ വിഷമിക്കും. ഞാൻ പറഞ്ഞു സർപ്രൈസ് പൊളിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകും. ബിബിന്റെ എഫേർട്ട് വെറുതെ ആക്കരുത്. പാവം ബിബി. മാറി ഇത് തുറക്കടാ. അപ്പുറത്ത് തുറക്ക്. അവിടെ തുറക്ക്. നോക്കരുത്. ഇടയിൽ കൂടെ ഞാൻ കുറച്ച് ഹറംന്നെടുത്ത കുറച്ച് ക്ലിപ്സൊക്കെ ഇടുന്നുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയ ക്ലിപ്സ് മാത്രം കേട്ടോ. പിന്നെ നിങ്ങൾ കുട്ടിക്ക് നല്ലൊരു ഓൺലൈൻ ട്യൂഷനൊക്കെ അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓണം സ്പെഷ്യൽ അഡ്മിഷൻ ഓഫർ ഉണ്ട്. ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള ട്യൂഷനിൽ അതിൽ എന്നിട്ട് ഓണപരീക്ഷ അടുത്തെത്തുന്ന ഈ സമയത്ത് നമ്മൾ കുട്ടികൾക്ക് വ്യക്തിഗത ശ്രദ്ധയോടും പരിചയസമ്പന്നരായിട്ടുള്ള അധ്യാപകരും ഒക്കെയുള്ള പഠിക്കാനുള്ള മികച്ച അവസരമാണ് ആൽബ ലേണിംഗ് ഒരുക്കിയിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളുമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ ട്യൂഷൻ നൽകി വരുന്ന
വിശ്വസ്തമായിട്ടുള്ളൊരു സ്ഥാപനമാണ് കേട്ടോ ആൽബ ലേണിംഗ്. അപ്പം ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 1 സ്റ്റുഡൻറ്റ് 1 ടീച്ചർ ഇൻഡിവിജ്വൽ ട്യൂഷനാണ്. ഓരോ കുട്ടിയുടെയും പഠന നിലവാരവും ബലഹീനതകളും ഒക്കെ മനസ്സിലാക്കിയിട്ട് ബേസിക് മുതൽ വ്യക്തിഗത ശ്രദ്ധയോടെ പഠിപ്പിക്കുന്നതാണ് കേട്ടോ. ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ 1000 രജിസ്ട്രേഷനുകൾക്ക് ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഫീസിൽ അഡ്മിഷൻ നേടാനുള്ള അവസരം ഉണ്ട് കേട്ടോ. ബഡ്ജറ്റ് പാക്കേജിലും ഇൻഡിവിജ്വൽ ട്യൂഷൻ ലഭ്യമാണ് കേട്ടോ. KG മുതൽ +2 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ട്യൂഷൻ ഉണ്ട്. സ്റ്റേറ്റ്, CBSE, ICSE എല്ലാ സിലബസും ഉണ്ട്. എല്ലാ വിഷയങ്ങൾക്കും ഇൻഡിവിജ്വൽ ട്യൂഷൻ കൊടുക്കുന്നുണ്ട്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഉണ്ട്. നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ്. ഓരോ കുട്ടിക്കും പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. പഠനത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് ബേസിക് ഫൗണ്ടേഷൻ മുതൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്. ഓരോ മാസവും പ്രോഗ്രസ് റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സംശയ നിവാരണം, അതായത് ഡൗട്ട് ക്ലിയറിംഗ് ക്ലാസ് പ്രത്യേകിച്ച് ഉണ്ടാവും. പരീക്ഷകൾക്ക് മുമ്പ് പ്രത്യേക റിവിഷൻ, മോഡൽ എക്സാം സപ്പോർട്ടൊക്കെ ഉണ്ടാവും. രക്ഷിതാക്കളുമായി സ്ഥിരമായിട്ടുള്ള ആശയവിനിമയം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുട്ടിക്ക് അനുയോജ്യമായിട്ടുള്ള സമയം നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഗൾഫ് വിദ്യാർത്ഥികൾക്കായിട്ട് പ്രത്യേക പാക്കേജുകളൊക്കെ ഉണ്ട് കേട്ടോ. അഡ്മിഷൻ നേടാനും വേണ്ടിയിട്ട് വാട്സാപ്പിൽ കുട്ടിയുടെ പേരും ക്ലാസ്സും അയച്ചിട്ട് സിലു ടോക്ക് എന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. അതിനുള്ള വാട്സാപ്പ് ലിങ്ക് ഞാൻ കമൻറ്റും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. ഓണം സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഓഫർ കുറച്ച് പരിമിത കാലത്തേക്ക് മാത്രമാണ് ഉള്ളത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 1000 പേർക്കാണ് കേട്ടോ ഈ ഒരു ഓഫർ ഉണ്ടാവുക. അപ്പോൾ ആൽബ ലേണിംഗ് ഈസി ടു ലേൺ ഈസി ടു വിൻ അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കട്ടെ. കമൻറ്റ് ബോക്സ് ഈ കാണിച്ച ക്ലിപ്സ് എല്ലാം തന്നെ ഹീറാഗോഹൻ്റെ മുകളിൽ, അതായത് ജബലുന്നൂറിൻ്റെ മുകളിൽ കയറിയിട്ട് എടുത്തിട്ടുള്ള ക്ലിപ്സാണ്. ഇതിനിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ഞാൻ ഇതിൽ ആഡാക്കിയെന്നുള്ളൂ. നമുക്ക് അപൂർവമായിട്ട് മാത്രം കാണാൻ പറ്റുന്ന കുറച്ച് ക്ലിപ്സാണ് കേട്ടോ. അത് വല്ലാത്തൊരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ചുച്ചുക്കും ജയാക്കും ഹാപ്പി അൽഹംദുലില്ലാ പറയും. അപ്പോൾ എന്താ സംഭവിച്ചാൽ ഇവർ വരയ്ക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ്. സോ നമ്മൾ അങ്ങനെ കളർ ബോക്സ് നമ്മളിങ്ങനെ എന്താ പറയുക, ചെറിയ ചെറിയ ഗിഫ്റ്റ് ഒന്നുമല്ല, വലിയ വലിയ ഗിഫ്റ്റുകളാണ് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ളത്. പൊട്ടിക്ക് നോക്ക്, ഇത് തുറന്നു കൊടുക്കുക അവൾക്ക്. അത് വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചെന്താണെന്ന് വെച്ചാൽ ഇവർ ഏകദേശം സെയിം ഏജ് കാറ്റഗറിയാണ്. ഇത് അയച്ചനും യൂസ് ചെയ്യാട്ടാ. അടിപൊളിയായിട്ടില്ലേ ഫുൾ സെറ്റ്. അയച്ച നന്നായിട്ട് വരയ്ക്കുന്നു കേട്ടു. വരയ്ക്കോ? എന്നാ അമ്മ ഐഡിയ മാറ്റിയിരിക്കണം. അമ്മയ്ക്ക് വേറൊരു ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് അങ്ങോട്ട് ഇപ്പോൾ മാറ്റിയിരിക്കുന്നു. എൻ്റെ അയച്ചനെ എനിക്ക് ഡിസപ്പോയിൻറ്റഡ് ചെയ്യാൻ പറ്റൂല ഗൈസ്. അതുകൊണ്ട് ഞാൻ ശരിക്കും ഒരു വീട്ടിലേക്ക് ഒന്ന് മതി എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. കുഴപ്പമില്ല, പോട്ടെ. അങ്ങനെ അവരെ സന്തോഷിപ്പിച്ചു. ഇനി ചെറിയ കുട്ടികളവിടെ, ചെറിയ കുട്ടികൾ സങ്കടത്തിൽ എന്താണ് ഞങ്ങളെ വിളിക്കുക. അമ്മിൻ്റെ ഫോട്ടോ ഉള്ള പെട്ടിയെടുക്കടാ, അമ്മിൻ്റെ ഫോട്ടോ ഉള്ള. അടുത്ത് നമുക്ക് ചെറിയ കുട്ടികളെ ഹാപ്പി ആക്കാം. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുണ്ട്. നമുക്ക് സ്വത്തുമണികളെ, എന്നെ ഇതൊക്കെ എനിക്ക് വാങ്ങിത്തന്നതും ഹെൽപ്പ് ചെയ്തതുമായിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ട്. പിന്നെ അതിനുശേഷം ഞങ്ങളെ കാണാൻ വന്നൊരു പേഴ്സൺ ഉണ്ട്. പിന്നെ അതിനുശേഷം കാണാൻ വന്നൊരു പേഴ്സൺ ഉണ്ട്. അവരോടൊക്കെ ഭയങ്കര താങ്ക്സ് പറയണം. കാരണം നമുക്ക് അറിയാത്ത നാടാണ്, അറിയാത്ത സ്ഥലമാണ്. എന്നിട്ടും അവരവിടെ വന്ന് നമ്മൾ അത്രയും കെയർ ചെയ്ത് നമ്മളെ കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങിത്തന്ന്, പിന്നെ കാണാമെന്ന് സാധനങ്ങൾ വാങ്ങിത്തന്ന്. ഇത് അമ്മാനെ സന്തോഷിപ്പിക്കാൻ തണ്ടടെ അമ്മക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് അവർ വാങ്ങിത്തന്നതാണ്. സന്തോഷം സന്തോഷം. ഇനിയാണ് ചെറിയ കുട്ടികളുടെ സന്തോഷം വരാൻ പോകുന്നത്. ഇതിലേത് വേണം നിങ്ങൾ സെലക്ട് ചെയ്തെടുത്തോ. നിനക്ക് ഇത് നിന്റെ വീട്ടിലുണ്ട്. നിക്കടാ, നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. അത് പൊട്ടു 2 പേരും ഇറങ്ങിക്കോ, 3 പേരും ഇറങ്ങിക്കോ. ഒരാൾക്കും വേണം. എന്ത് ഇതിലേതാ വേണ്ടത്? സിക്രാക്ക് ഇത് വീട്ടിലൊരെണ്ണമുണ്ട്, അതുകൊണ്ട് ഇത് എടുക്കണ്ട. ഇതിലേതെങ്കിലും കൊടുത്തോ. ഓക്കെ, ജോയ് മണിക്ക് ഇതാണ് കൊടുത്തിട്ടില്ല, അപ്പം അത് വേണ്ട. അപ്പം ഇത് ചുച്ചുകുട്ടിക്ക് ഇഷ്ടമായാ? ഹാപ്പി അല്ല, ഇച്ചു ബേബിക്ക് ഇഷ്ടമായാ? ഹാപ്പി? ഓ ശരി, അതെങ്കിൽ അത്. പിന്നെ എന്നെ പരിഗണിക്കുന്ന കുറച്ച് എൻ്റെ ക്ലോസ്ഡ് സർക്കിളായിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവിടുത്തെ റനാക്കോ, ഞാൻ ഒരെണ്ണം എനിക്ക് വാങ്ങിയതാ. റെന്നെ കാണുന്നുണ്ട്. റെന്നെ തിരിച്ച് ക്യാമറ പിടിക്ക്, നിന്നെയും കൂടെ കാണിച്ചു സെൽഫി ആക്ക്. റനാക്ക് ഞാൻ ജസ്റ്റ് ഒരു ബൊമ്മ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളൂ.
വേറെ ഒന്നും കിട്ടിയില്ല ഗൈസ് വാങ്ങാൻ. പിന്നെ കുറച്ച് മുസല്ല. റനാക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം ഉണ്ട്, അത് ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഓക്കെ, ക്യാമറ ഓണാക്കി റന, അപ്പുറത്തേക്ക് നിന്നെയും കാണിച്ചിട്ട് ഇവിടെ ഇരിക്കും. ആരൊക്കെ റന ചേച്ചിക്ക് സ്പെഷ്യൽ ഗ്യാപ്പ് ഇട്ടതാണ്. ഓക്കെ, അപ്പൊ റനക്കുട്ടിക്ക് ഇഷ്ടമല്ല ഫാൻ ഓഫ് ആയിക്കോ. റനക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം ഇവര് വരുന്നതിന് മുമ്പ് തന്നെ ഹൈപ്പ് കൊടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ ബോംബ് മാത്രം വാങ്ങിയിട്ടുള്ളത് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? അപ്പോൾ റനക്കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുള്ളത്. അവളെ ഞാൻ പിന്നെ കോഫി കോഫി പൗഡർ നിനക്ക് തിന്നാനും കുടിക്കാനും എല്ലാം ഇഷ്ടമായതുകൊണ്ട് ഞാൻ അത് വാലിഡ് ആയ ഒരു സംഭവമാണ്. ആക്ച്വലി ഈ സാധനം ഞാൻ 900 രൂപ കൊടുത്ത് വാങ്ങി, എന്നിട്ട് അത് കേട് വന്നു. അപ്പൊ എനിക്ക് ഫുള്ള് കുടിക്കാൻ പറ്റാത്തതിന്റെ സങ്കടത്തിൽ ഞാൻ ലിറ്ററലി 2-3 ദിവസം മുമ്പ് ഒരു ടാൻട്രം വരണേ ഉള്ളൂ. ബട്ട് താങ്ക് യു സോ മച്ച്. അപ്പൊ അതിൽ നീ തൃപ്തിയല്ലേ? വളരെ തൃപ്തിയാണ്. ഓക്കെ, ഇനി അടുത്തത് നിനക്ക് ഇനിയിപ്പോ ചായ ഒക്കെ ഇട്ട് കുടിക്കണം എന്നുണ്ടെങ്കിൽ തിന്നാൻ ഭയങ്കര കോൺസെൻട്രേഷൻ ഉള്ള കുട്ടിയാണ്. ഇത് അമ്മാക്കും റനാക്കും കൂടെ ചേർത്ത് വാങ്ങിച്ച പാൽപ്പൊടി. അമ്മ ഹജ്ജിന് പോയ ശേഷം എന്റെ അടുത്ത് ഡെയിലി പറഞ്ഞൊരു സംഭവമാണ് പാൽപ്പൊടി. പാൽപ്പൊടി അവിടുത്തെ സൂപ്പറാണ്. ഹാപ്പി അല്ലേ? വേണമെന്നുണ്ടെങ്കിൽ ഒരു ബൊമ്മയും വെച്ചോ. പിങ്ക് പുറകിലുണ്ടാവുന്ന തരാം. ഓക്കെ അല്ലേ? സന്തോഷായില്ലേ? ഓക്കെ, അപ്പൊ റനാന്റെ കഴിഞ്ഞ് റന പോയി ഷൂട്ട് ചെയ്തോളൂ. എൻ്റെ കുട്ടിയിലെ ഈ +2 എക്സാം കഴിഞ്ഞിട്ട് ടാബില്ല, കരഞ്ഞ് ഹാപ്പി കാരണം അവൾ അത്ര കഷ്ടപ്പെട്ട് ടാബില്ലാണ്ട് നീറ്റിൻ്റെ ഇതിന് പഠിക്കാനില്ലാണ്ട് എന്താ ശരി, പിന്നെ സംസാരിക്കും. ഓക്കെ, ഇനി സംസാരിച്ച് നിങ്ങൾ രണ്ടുപേരും പുറത്താക്കും. ഓക്കെ, നീറ്റിൻ്റെ എക്സാമിന് പഠിക്കാനില്ലാണ്ട് വേറൊരാളുടെ നിന്ന് കടം വാങ്ങിച്ച് ആർക്കെങ്കിലും ടാബ് ഉണ്ടോ ലാപ്ടോപ്പ് ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടാണ്. അപ്പം ഇങ്ങനെ ചോദിച്ചിങ്ങനെ ബുദ്ധിമുട്ടുമ്പോൾ ഞാനപ്പോൾ വാങ്ങിച്ചു കൊടുക്കണമെന്നൊന്നും ഉദ്ദേശമില്ല. ഞാൻ സെക്കൻഡ് ഹാൻഡ് ഒക്കെ ചോദിച്ചു, പക്ഷെ കിട്ടിയില്ല. സോ റനക്കുട്ടിക്ക് കീപാഡ്, മൗസ് എല്ലാം ഉള്ള ടാബ്. ഇത് കഴിഞ്ഞ് ഇനി പഠിക്കാൻ പോവല്ല, അപ്പം നമുക്ക് ഇങ്ങനെ ആർക്കും കടം വാങ്ങാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഐ ലവ് യു സോ മച്ച്. അപ്പം അങ്ങനെ റനക്കുട്ടീൻ്റെ സർപ്രൈസ് കഴിഞ്ഞു. താങ്ക് യു ഗൈസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട പാൽപ്പൊടിയാണ്. താങ്ക് യു. ഓക്കെ, എന്റെ കോട്ട കഴിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാം ഞാൻ. ഓക്കെ, ബൈ. റനാക്കാണ് കോസ്റ്റ്ലി ആയിട്ടുള്ള ആ ഒരു സംഭവം. ഗിഫ്റ്റ് ആയിട്ടല്ല, അത് അത്യന്താപേക്ഷിതമായിരുന്നു അവളെ സംബന്ധിച്ചിടത്തോളം, പഠിക്കാനും ഒക്കത്തിനും വേണ്ടിയിട്ട്. ഞാൻ അടുത്തത് എൻ്റെ കുട്ടികൾക്ക്, എനിക്ക് മോസ്റ്റ്ലി 5 കുട്ടികളാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുക. അത് എവിടെ ഒന്നിരിക്കണോ അവിടെ ഒന്നിരിക്കണോ, വേറെ കുറേ കുട്ടികളുണ്ട്. സോ കുറച്ച് നല്ല ഇതിലുള്ള കുട്ടികൾക്ക് നമസ്കരിക്കാൻ പറ്റുന്ന മുസല്ല. നിക്ക്, ഇതിൽ ഞാൻ പേരെഴുതണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു. നോക്കിയപ്പോൾ പേരെഴുതാൻ എക്സ്ട്രാ 2 റിയാൽ വേണമെന്ന്. അപ്പം പോയി പണി നോക്കാൻ. പിന്നെ അത് മാത്രമല്ല, പിന്നെ ഇതിൽ പേരെഴുതിയാൽ ചിലവർക്ക് പിങ്ക് ആയിരിക്കും, ചിലവർക്ക് പർപ്പിൾ ആയിരിക്കും ഇഷ്ടം. അപ്പം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയാലോ അവർക്ക്. കണ്ടില്ലേ, ഇതിൽ ഞാൻ പേരെഴുതിയിട്ട് വന്നാലോ? ശരി ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഇവിടെ ഇങ്ങനെ വെക്കാം. നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. ആർക്ക് എന്നാ ഫസ്റ്റ് ഹെയ്സുക്ക് 5 നേരം നിസ്കരിക്കണം. ഓക്കെ, ഇത് ഭംഗിക്കല്ല കൊണ്ടുവന്ന് തന്നത്. ഓക്കെ, ഇതായിരിക്കാ വേണ്ടത്, ഇതായിരിക്കാ വേണ്ടത്, ഈ കളറ്. ശരി, അവൾക്ക് പർപ്പിള്. ഇനി ആർക്ക് ഇതായിരിക്കാ വേണ്ടത്? എന്നാ
ഈ കളർ ആർക്കാ വേണ്ടത്? ഈ കളർ ആർക്കാ വേണ്ടത്? ശരി, ജയാക്കും ഈ കളർ വേണോ? ആ ശരി, അത് ഇവിടെ ഇല്ല, എല്ലാവർക്കും ആയാ? അങ്ങനെ എല്ലാവർക്കും ചോദിച്ചു പറഞ്ഞ ഓരോ കളർ, ഒരു വീട്ടിലേക്ക് ഒരു കളർ കൊടുക്കാം, അടുത്ത കളർ വേറെ. ആ ഓക്കെ, ഇനി ബാക്കിയുള്ളത് എടുത്തു വെക്കൂ. ബാക്കി എന്നെ പരിഗണിച്ച് എന്നെ സ്നേഹിച്ച കുറച്ച് കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ പോണതും വരുന്നതും ഒക്കെ നോക്കി നിന്ന എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട്. റന, കമോൺ റന, റനക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട് റന. ഇനി കരയാനുള്ളതൊന്നുമില്ല. അത് തുറക്ക സ്വത്തെ. ആ എൻ്റെ ഹെയ്സുക്ക് വേണ്ടേ കിട്ടിയിട്ടില്ല, അതാണ്. വാ വാ വാ, അല്ലെങ്കിൽ വേണ്ട. റനാക്ക് ഞാൻ ഇപ്പൊ ഇട്ട പോലത്തെ ഒരു ഡ്രസ്സ് ആടെ സ്വത്തെ. ആ എൻ്റെ കുട്ടി നിസ്കരിക്ക്. റനക്കുട്ടി ഈ ഡ്രസ്സ്. പിന്നെ ഷഫാക്ക് ഒരു ഡ്രസ്സ്, അവിടെ ഒരു 3 ഉണ്ടായിരുന്നു, 3 എടുത്തു. ഞങ്ങൾക്ക് അവിടെ ഡ്രസ്സ് ഇടാനുണ്ടായിരുന്നില്ല ഗൈസ്, അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തതാണ്. അല്ലാതെ ഇപ്പൊ ഷഫാനുമായുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. ഇത് അഴുക്കാണ്, അത് അവിടേക്ക്. പിന്നെ ദേ ഇനി അടുത്ത ബോക്സ് നമുക്ക് പൊട്ടിക്കാം. മുസല്ല ഞാൻ പൊളിക്കുമ്പോൾ വേണ്ട, അത് ഞാൻ നിർത്തി, എൻ്റെ ഹെയ്സുവിനെ സന്തോഷിപ്പിക്കട്ടെ. അപ്പൊ ഇനി അടുത്തത് നമ്മുടെ ഹെയ്സുവിനെ സന്തോഷിപ്പിക്കാനായിട്ട് നമ്മൾ റെഡി ആയിരിക്കുകയാണ്. മാറും, ഇത് ഇത്തിരി മാറ്റോ? ഹെയ്സു തല ചൊറച്ച് നിർത്ത്. ഞാൻ എന്ത് കാര്യങ്ങൾ വാങ്ങുകയാണെങ്കിലും ഹെയ്സു ഹാപ്പി ആയിട്ടില്ലെങ്കിൽ ഞാൻ തരില്ല. ഞാൻ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നത് എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട്. നീ ഹാപ്പി ആയിട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടമാവും. കുറച്ച് നീങ്ങിയിരിക്കാൻ, അവന് ശരിക്കും കാല് പോലും വെക്കാൻ പറ്റില്ല. ശരിക്കും ഇരിക്കും, അവൻ അത്ര നല്ല കുട്ടിയായിട്ട് ഇത്ര ദിവസം ഇരുന്നാണ്. ഹാപ്പി അല്ലേ? അത് ചിരി വരാത്ത. അപ്പോൾ ഓക്കെ, ഇതില് ഞാൻ എന്ത് വാങ്ങുകയാണെങ്കിലും എൻ്റെ കുട്ടികൾക്ക് മാത്രമല്ല സ്പെഷ്യലായിട്ട് വാങ്ങുക, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഒരേപോലെയുള്ള സാധനങ്ങളാണ് നമ്മൾ വാങ്ങുന്നത്. പക്ഷെ അതിൽ ചെറിയൊരു പരിഗണന, ഏത് കളർ വേണമെന്ന് ഹെയ്സ് സെലക്ട് ചെയ്യാം. ഏത് സന്തോഷയാ? ഇതിലേത് വേണം നീ സെലക്ട് ചെയ്യുന്നതാണ് നിനക്ക്. നീ സെലക്ട് ചെയ്യ. വലുത് നീ പറഞ്ഞിട്ട് വേണോ ഞാൻ വാങ്ങാന്? കണ്ടില്ല എണ്ണങ്ങളില് എല്ലോ വേണോ വേണ്ടത്? ഈ കളർ വേണോ, ഈ കളർ വേണോ, ഈ കളർ വേണോ? ഇതാണ് സീൻ. ഇതല്ലേ അവനക്ക് ഇഷ്ടമുള്ളത് അവൻ എടുക്കട്ടെ. എല്ലോ മതി? ഓക്കെ, ആ മതിയാ? ഇത് ആൺകുട്ടികൾക്ക്. നിനക്ക് ബൊമ്മയില്ലേ? നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോ, അയച്ചന് ഇഷ്ടമുള്ളത് എടുത്തോ. ഓക്കെ, ഇതൊക്കെ വേറെ കുട്ടികളുണ്ട്, കൊടുക്കുവാനായി മാറ്റി വെച്ചിരിക്കുന്നു. ഇനി അടുത്തത് ഡ്രസ്സ് തരുന്നുണ്ടായിരുന്നു, നോക്കി ഇതിൻ്റെ ഉള്ളിൽ കിടക്കണം. കുറച്ച് ഡസ്ബി, ഇത് പിന്നെ ഇവിടേക്കുള്ളത് അമ്മക്ക് കൊടുത്തില്ലേ അതേപോലത്തെ ഗ്ലാസ് ഇവിടേക്കുള്ളത്. പിന്നെ ബിസ്ക്കറ്റ്സ് ഉണ്ട്, പേടിക്കണ്ട. നിക്ക് സോക്സ് എടുത്തോ. പിന്നെ ചോക്ലേറ്റ്സ്, ഈ ചോക്ലേറ്റ്. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റാണിക്കോൺ. മുമ്പ് എൻ്റെ ചാച്ച അതുപോലെ ഹജ്ജിന് പോയിട്ട് വന്നിട്ട് കൊണ്ടുവന്ന സാധനമാണ്. അതിലിപ്പോൾ റാനക്കുട്ടിക്ക് മൈലാഞ്ചി ഇടാൻ അടിപൊളിയായിരിക്കും, കെമിക്കൽ കാര്യങ്ങളൊന്നുമില്ല. അമ്മൻ്റെ വക ഗിഫ്റ്റ്. പിന്നെ പിസ്ത, ബദാം, ഇതൊക്കെ ഞാൻ വാങ്ങിച്ചതല്ല കേട്ടോ. എനിക്ക് ഇത് എന്താ പറയുക, ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നതാണ്. ഹോട്ടലിലേക്ക് റിസപ്ഷനിലേക്ക് ഓരോരുത്തർ കാണാൻ വരുമ്പോൾ കൊണ്ടുവരുന്നതാണ്. സ്നിക്കേഴ്സ്, ഇതാണ് നമ്മുടെ അല്ല, ഇത് നമ്മുടെ അഴുക്കുകൾ. ഈ ഒരു പർദ്ദയുടെ ഫോട്ടോ ഞങ്ങൾ സൈഡിലിടാം, ഇൻസ്റ്റയിലുണ്ടാവും, പോയി നോക്കിയാൽ പോളി സാധനമാണ്. ഷഫ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണാം.
അല്ല സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഇത്രയും സാധനം ആയപ്പോൾ ഞാൻ ഇവരത്ത് പറഞ്ഞു ഇനി നിങ്ങൾ വാങ്ങാൻ നിൽക്കണ്ട, ഏതായാലും ഒരു വീട്ടിലേക്ക് തന്നെയാണ് എല്ലാവരും കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ ഡ്രസ്സാക്കി. ഞാൻ കളിപ്പാട്ടമായപ്പോൾ ഇവർ ഡ്രസ്സാണ്. നീ വാ, എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം നീ എങ്ങനെ എന്ത് ചെയ്ത് എന്നുള്ളത്. ഇത് ജോഹ കുട്ടിക്ക് കൊടുത്ത ബൊമ്മ, അത് അവിടെ നിന്ന് തന്നെ ഞാൻ അവൾക്ക് കൊടുത്തു. പിന്നെ അത് കുട്ടീൻ്റെ ഡയപ്പർ ഒരു ലോഡായിട്ടാണ് പോയത്. ചെറിയ ബേബിയും കൂടി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. വാ കൊള്ളാലോ. അപ്പം ഇവർ പെൺകുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഷഫാൻ്റെ വക കേട്ടാ. ഓ പൊളിച്ച് എവിടെ സയ? വാ, നിന്റെ അമ്മി വാങ്ങിച്ച ഗിഫ്റ്റാണ്, വാ. ശരി, നിങ്ങൾ അമ്മി പാൽ കൊടുത്തിട്ട് നന്നായിട്ട് ഷഫ, നല്ല ഭംഗിയുണ്ട് മാഷാല്ലാ. നല്ല രസമുണ്ട്. എല്ലാം വൈറ്റ് ഇട്ടിരുന്നെങ്കിൽ നന്നായി ഉണ്ടാവൂലേ. നമ്മൾ ആ വൈറ്റ് ഇടുമ്പോ കുട്ടികൾക്ക് അത് ഇട്ടാ. നിന്റെ അമ്മി തരട്ടെ നിനക്ക്, അമ്മീന്റെ കൈ കൊണ്ട്. ഓക്കെ, അതല്ല അതിന്റെ ഒരു ശരി. ഇതിൽ വേറെ ഇതാണ്. പിന്നെ കുട്ടികൾക്ക് നന്നായിണ്ടല്ലോ. ഇതെന്താ സാധനം? അത് ഷാഫാൻഡി വന്ന് തരൂ കേട്ടാ. ഇതായിരിക്കും. ഓ, ഇതില് ജയ ഏതാ കളറ്? ജയാക്ക് ജയാന്റെ അമ്മി അബി ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ ബാക്കിയുള്ള ഇത് ഹയാൻക്കുള്ള ഗിഫ്റ്റ്. ഹയാൻക്കുള്ള വേറെ ഗിഫ്റ്റ് ഉണ്ട് ഇവിടെ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, അങ്ങനെ അമർത്തുന്നത്. കുട്ടികൾക്കുള്ളത് നീ വന്നിട്ട് കൊടുത്തോ, ഷഫാൻഡി തരും. ഇല്ല, ഷഫാൻഡി തരും. ഓക്കെ, ഷഫാൻഡി വാങ്ങിച്ച് ഷഫാൻഡി തരും. ഇനി എന്താണ് അതിലെന്റെ ബാക്കിയുള്ള സാധനങ്ങളാണോ? നമുക്ക് നല്ലതൊന്നും പറ്റൂലല്ലോ. എടാ, നമുക്ക് ഇനി വീഡിയോ എടുക്കാം. ഓണാക്കിയോ? ഇതൊരു ഗിഫ്റ്റ് വന്നിട്ട് ഒരു ഇക്ക കൊല്ലത്തുനിന്ന് പെട്ടെന്ന്, അതായത് നമ്മുടെ ഹോട്ടലിലെ തൊട്ടന്നെ അവരുണ്ട്. ഞാൻ ഉംറക്ക് പോയിട്ടുണ്ടെന്നോ, ഉംറ കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ. ഇനി ആരെങ്കിലും ഉംറക്ക് പോയിട്ട് ഇതൊക്കെയാണോ എന്നുള്ളത് ചിന്തിക്കണ്ട. എൻ്റെ ഉംറ കഴിയുന്നവരെ ഞാൻ ക്യാമറ പുറത്തേക്ക് പോലും എടുത്തിട്ടില്ല. അതിന് ശേഷമാണ് മനസ്സിനൊരു സമാധാനമൊക്കെ കിട്ടിയിട്ടാണ് പിന്നീടുള്ള കാര്യങ്ങൾ നോക്കിയത്. സോ മദീനയിൽ പോയതിന് ശേഷം അങ്ങനെ ഒരുക്ക പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളൊന്ന് കാണാൻ പറ്റുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ കാണാൻ വന്നിട്ട് കൊണ്ടുവന്ന കുറച്ച് ഗിഫ്റ്റാണ്. അവർ നമ്മളോട് ചോദിച്ചത് എന്താണെന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കഴിക്കാൻ ആഗ്രഹമുണ്ടോ, ഇനി എന്തെങ്കിലും. ഞാൻ പറഞ്ഞു ഒന്നും വേണ്ട, എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും ചെയ്തു തരാൻ ഒരു ആഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നാണ് കുറച്ച് മിഠായിസ്. ഞാൻ വീഡിയോ എടുക്കുകയാണ്, ചുറ്റൊക്കെ അറിയില്ലേ. ഇതൊന്നും ഇപ്പോൾ എടുക്കാൻ പാടില്ല, ദീദി തരും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് മിഠായികൾ നമുക്ക് കഴിക്കാം. നമുക്ക് കഴിക്കാത്തൊക്കെ കഴിപ്പിക്കാനല്ലേ ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. ഇതൊക്കെ നമ്മുടെ കുട്ടികളും നമ്മളും ഇപ്പൊ കഴിക്കുന്നതായിരിക്കും. സോ ഇത് മാറ്റി വെക്കാം. എല്ലാം എൻ്റെ കുട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്നെ. എല്ലാം നിങ്ങൾക്ക് കഴിക്കാനല്ല, ഇപ്പൊ കഴിക്കാൻ തുടങ്ങണം. എന്നാ തുടങ്ങിക്കോ. എന്നാ പിടിക്ക് പിടിക്ക് പിടിക്ക്. ബാ എല്ലാരും വാ, എല്ലാരും വാ. കുട്ടി ക്യാച്ച്. സൽമാണോ ചേച്ചി കൂടെ പോയി. അത് പോയാ? എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാൻ തോന്നൂല. അല്ല, ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, നമ്മളിങ്ങനെ കൊടുക്കുമ്പോഴാണൊരു സന്തോഷം. എടാ മാറി, നമുക്കിത് മൂടി വെക്കാം. എവിടെ എൻ്റെ അയച്ചൻ? അവൻ കളിക്കാൻ തുടങ്ങിയ? എൻ്റെ അയച്ചൻ എവിടെ? അയച്ചൻ കളി തുടങ്ങിയ? ഹാപ്പി? നല്ലൊരു മുഖം എന്തെങ്ങനെ. ശരി, പോയി കളിച്ചോ. ഈ സാധനം അങ്ങനെ നീക്കി വെക്ക്. കളിയും കഴിഞ്ഞ് വെള്ളവും കഴിഞ്ഞാ. ഞാൻ അങ്ങനെ ഉദാരശീലയായിട്ട് അങ്ങനെ ഒരുപാട് ദാനം ചെയ്യാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, മനസ്സിലായ? എന്തോ കാര്യമായിട്ട് അല്ലല്ല, അവള് കാര്യമായിട്ട് എന്തെങ്കിലും എന്നെ പൊക്കാനുള്ള പരിപാടി.
ഇതിൽ സാധനം തികയാണ്ടായപ്പോൾ ഞാൻ കുറേ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫാൻഡിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് ബിസ്ക്കറ്റ്സ് സംഭവങ്ങൾ ഒക്കെയാണ് ഇതിനിടയിൽ. ദിയാക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ അമ്മ ഇനി പോകുമ്പോൾ കൊണ്ടുവരാം. ഇതിലൊന്നും ഇല്ലല്ലോ. പിന്നെ മെയിനായിട്ട് വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. ഇത് നമ്മുടെ ഹയാന്, ഇത് എയ്റോപ്ലെയിൻ. പിന്നെ ഇത് ഈത്തപ്പഴം ഒരെണ്ണം പോലും ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയിട്ടില്ല ഗൈസ്. എല്ലാം എനിക്ക് എന്നെ സ്നേഹിക്കുന്നവര് എനിക്ക് കൊണ്ടുവന്ന് തന്നു, വാങ്ങി തന്നു. അത് മാത്രമല്ല ഒരു 2 ബോക്സ് ഒരിക്ക കൊണ്ടുവന്ന് തന്നു. പിന്നെ വേറൊരു 2 ബോക്സ് വേറൊരു ഇക്ക തന്നു. പിന്നെ ഒരു ബോക്സ് എൻ്റെ റൂമിലുണ്ടായിരുന്ന ജമീലും ഉമ്മാൻ്റെ വക അവരുടെ മക്കള്, അതായത് നമ്മൾ അവരെ ഇഷ്ടപ്പെട്ടു സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് തന്ന സാധനമാണ്. ഇതിലെല്ലാം പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എനിക്കിഷ്ടപ്പെട്ട സുക്കിരി ഇതുപോലെയുള്ള ഫുൾ ബോക്സാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ഈത്തപ്പഴം വാങ്ങേണ്ട ആവശ്യങ്ങൾ വന്നിട്ടില്ല. 1 പിന്നെ അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. അതാർക്ക്? അയ്യോ എല്ലാം ഇവിടെ തന്നെ ഉപയോഗിക്കാം. ഇതാണ് ജമീലുമ്മ തന്നത് സുക്രി. വാവ്, ഇത് ഫൈസൽക്ക മെനക്കെട്ട് അവരുടെ വീട്ടിൽ അവരുടെ കുട്ടികൾ കഴിക്കുന്ന സുക്രി ഭയങ്കര സോഫ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് കൊണ്ടുവന്ന് തന്നത്. ഇത് മാത്രമല്ല ഇനിയൊരു ബോക്സും കൂടി ഉണ്ട്. പിന്നെ മറ്റത് വന്നിട്ട് ഷെഫീക്ക. അങ്ങനെ കുറേ ഇക്കന്മാരെയൊക്കെ കിട്ടി. പിന്നെ മറ്റേ മിഠായി കൊണ്ടുവന്നത് സുഫിയ അല്ല, അങ്ങനെ ഒരു ഇക്ക. സോ ഈത്തപ്പഴത്തിന് നമുക്ക് പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും വന്നിട്ടില്ല. ഇനി ഇതിലെന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലല്ലോ. സൈഡ് ചെരുപ്പ്. എൻ്റെ ഷൂ ഒക്കെ ഇപ്പം ഏതിലാ? അങ്ങനെ ഇവർ അവിടെ നിന്നും സംസം അടിച്ചു മാറ്റിയ പറയാൻ പാടില്ല, നമ്മൾ കുടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഈ പെട്ടി പൊളിക്കണേല്. ഇതിന് ഫുള്ളും ചോക്ലേറ്റ്സ് ആണ്. അമ്മക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. കുറച്ച് ഏലക്ക, ഇതിനൊക്കെ പകുതി അമ്മക്ക് മാത്രം ഞാൻ കൊടുക്കും. പകുതി അമ്മക്ക് മാത്രം. അത് ഭയങ്കര ഒറിജിനൽ സാധനമാണ്. വീണ്ടും എനിക്ക് ഈത്തപ്പഴം വാങ്ങി തന്നു. ഇത് ലാസ്റ്റ് കണ്ടപ്പോൾ ഇവിടെ കുട്ടികൾക്ക് മാഷ്മെല്ലോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അതും എടുത്തു. ഇതൊക്കെ റനാനെ ഏൽപ്പിക്കും. റനയാണ് ഇതൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ഇത് റോഫല്ല ഇത്. പിന്നെ ഇതൊക്കെ ആക്ച്വലി ഇത് അവിടുന്ന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചാണ്. പക്ഷെ എൻ്റെ മക്കളെ വിട്ട് എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇതൊക്കെ പകുതിയേ കിട്ടുള്ളൂ. കാരണം അതിൽ അത്രേ ഉള്ളൂ. ഓക്കെ, അതെ. എനിക്കിത് ദീദിയാണ് എല്ലാം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, ഇത് കഴിക്കാം. പിസ്താഷ്യോന്റെ പേസ്റ്റ്. ഇത് അതേപോലെ കുട്ടികൾക്കുള്ള ന്യൂട്ടല്ല സാധനം. ഇതെന്തോ അവിടെ കണ്ടപ്പെടുത്ത് കുട്ടികളുടെ ചീത്ത പറയല്ലേ. പിന്നെ എല്ലാവരും വാങ്ങിട്ട് വരുന്ന ആ ഒരു മിഠായി. പിന്നെ എല്ലാവരും വാങ്ങുന്ന ഇത് എഡിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. നിങ്ങളിങ്ങനെ സാധനം. ഓക്കെ, ഇതാ മിഠായി. ഇത് ഒന്ന് തപ്പിയത്. ഇത് വന്നിട്ട് കുറച്ച് തസ്ബി. നിസ്കരിക്കുന്ന ദിക്കർ ചെല്ലുന്നവർക്ക് തരുള്ളൂ. നീ ഓക്കെ ആണെങ്കിൽ നിനക്ക് എല്ലാം ഞാൻ തരും. എൻ്റെ ജീവിതമേ നിനക്ക് തരും ഞാൻ. ക്ഷേമയൊന്നുമില്ല. അല്ല പറഞ്ഞത് നീ ചെയ്യണ്ട്. എല്ലാവർക്കും തരാം. ഓക്കെ, കുറച്ച് തസ്ബി. എൻ്റെ കാലും മോളുടെ കാലും ഒന്നല്ലാത്തത് കൊണ്ട് സോറി, നമുക്ക് ഇത് മാത്രം ഷെയർ ചെയ്യാൻ പറ്റൂല. പിന്നെ ഗ്രാമ്പു കുറച്ച്. പിന്നെ ഈ വേഫേഴ്സിൻ്റെ ഇത് കുറച്ച്. ഇതെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാവർക്കും. പിന്നെ നല്ല അടിപൊളി മുന്തിരി. ഇവിടെ കുട്ടികൾക്ക് ഞാൻ സ്നാക്സ് ആക്കി കൊടുക്കുന്നത് മുന്തിരി ഇതുപോലത്തെ സാധനമാണ്.
റന ഇത് നീ എല്ലാവർക്കും ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പം ഇനി ഞാൻ ദീദീനെ ഹാൻഡ് ഓവർ ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ ഒരു കാര്യങ്ങളും ദീദീനത്ത് നടക്കൂല. പിന്നെ ഇത് ഈത്തപ്പഴത്തിൻ്റെ പേസ്റ്റ്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പം ശരി, മിഠായി ഇതിലേത് കളർ വേണം അമ്മ ചൂസ് ചെയ്യും. നിങ്ങൾക്കൊന്നല്ലത് വലിയവർക്കാണ്. ക്യാമറമാൻ അറ്റാക്ക് ചെയ്യാൻ പോണെന്ന്. ഇവൾക്ക് എന്താ പറയണോ? അപ്പൊ ഓക്കെ, ഇനി കുട്ടികൾക്ക് പറയാനുള്ളതൊക്കെ കേൾക്കാം. നിക്ക് മൈക്ക്. അമ്മയ്ക്കും എല്ലാവർക്കും വേണ്ടി എല്ലാരും നന്ദി പറയണ. എന്റെ അമ്മയും അബിയും എല്ലാരും ഉമ്മർക്ക് പോയതാ. ബിബിക്കും എല്ലാവർക്കും വാങ്ങിയതിന് എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, ചുച്ചുക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എല്ലാരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. പറയാനുണ്ടോ? താങ്ക്സ് ഇല്ല അമ്മയ്ക്ക്. അല്ലേ അമ്മയ്ക്ക് എന്തിനല്ലേ താങ്ക്സ് ഉണ്ടോ? ശരി. ചിച്ചുക്ക് എനിക്ക് ഇഷ്ടമാണ്. അമ്മ അല്ലേ എന്തായാലും തരും, മുട്ട എല്ലാം തരും. അമ്മയ്ക്ക് എന്നെ ഇഷ്ടല്ലേ. അമ്മീനെ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു മുത്തുമണീസ്. അങ്ങനെ ഇത്ര ദിവസം ഞാനില്ലാതെ കഷ്ടപ്പെട്ടതിന് താങ്ക് യു. അപ്പോൾ ശരി. റനക്കുട്ടി ഉള്ളതുകൊണ്ട് സമാധാനത്തിൽ എനിക്കൊന്ന് വിളിച്ച് ചോദിക്കാൻ പോലും എന്താ പറയാ, ചീത്ത പറഞ്ഞാൽ നിങ്ങളൊക്കെ അനുസരിക്കുള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും, താങ്ക് യു സോ മച്ച്. ഈ സാധനങ്ങളൊക്കെ തന്നെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങിയത്. ഇത് വന്നിട്ട് എൻ്റെ അമ്മക്ക് കൊടുത്ത ഗിഫ്റ്റാണ്. തുറന്നു നോക്ക്. ഞാൻ വിചാരിച്ച അമ്മ സൗദിയിൽ വാച്ച് മേടിക്കണം പറയാൻ. അമ്മ ഞാൻ ഇല്ലാണ്ട് ഇതൊക്കെ വാങ്ങണം. ബ്രോ സീന് ബ്രോ, അമ്മക്ക് ഇത്ര നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്. നോ, ഇതെനിക്ക് ഗിഫ്റ്റാണ്. എനിക്കല്ലേ എടുത്തോ. ജെറ്റ് വേണം നിനക്ക്? ആവശ്യമില്ല. അത് മെയിനായിട്ട് അമ്മ ഞാനിത് തീരെയും പ്രതീക്ഷിച്ചില്ല.